ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഏഷ്യനെ കുറിച്ച് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി കോണ്ടിനെൻറ്റ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ആഫ്രിക്ക ഈസ് കോണ്ടിനെൻറ്റ് വിത്ത് ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. എക്സ്പ്ലെയിൻ എനി ടു ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ ഏതെങ്കിലും രണ്ട് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം: നെയിം ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഏറ്റവും ചൂടുള്ള മരുഭൂമി ഏതാണ്? വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഫ്ലോയിങ് ത്രൂ ആഫ്രിക്ക. ആഫ്രിക്കയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളമുള്ള നദി. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം: നെയിം ദ റിവർ ബേസിൻ കവേർഡ് വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇൻ ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്കയെ സംബന്ധിച്ച് 4 ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം എന്തായിരുന്നു? ആഫ്രിക്കയുടെ ജോഗ്രഫിക്കൽ പെക്യുലാരിറ്റീസ് ഏതെങ്കിലും എഴുതാനാണ് പറഞ്ഞത്. അപ്പം മെയിനായിട്ട് നമുക്ക് എഴുതേണ്ടത് സാവന്ന ഗ്രാസ് ലാൻഡാണ്. ഓക്കെ, അവിടുത്തെ ഗ്രാസ് ലാൻഡിൻ്റെ പേരാണ് സാവന്ന. അതേപോലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, സ്പ്രെഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേറ്റർ. ആഫ്രിക്ക എന്ന് പറയുന്നത് ഇക്വേറ്ററിൻ്റെ 2 സൈഡിലും സ്പ്രെഡ് ചെയ്യുന്ന ഒരു കോണ്ടിനെൻ്റ് ആണ്. അപ്പോൾ സാവന്ന ഗ്രാസ് ലാൻഡ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, സ്പ്രെഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേറ്റർ. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഹോട്ട് ഡെസേർട്ട്, ഏറ്റവും ചൂടുള്ള മരുഭൂമി ആഫ്രിക്കയിലെ ഏതാണ്? സഹാറ ഡെസേർട്ടാണ്. എന്താണ്? സഹാറ ഡെസേർട്ട്. പിന്നെ അടുത്ത ചോദ്യം എന്തായിരുന്നു? ലോങ്ങസ്റ്റ് റിവർ ആയിരുന്നു. റിവർ നൈലാണ് ലോങ്ങസ്റ്റ് റിവർ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ റിവർ ബേസിൻ കവേർഡ് വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇൻ ആഫ്രിക്ക. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കവേർഡ് ചെയ്ത ആഫ്രിക്കയിലെ റിവർ ബേസിൻ്റെ പേരെന്താണ്? കോങ്കോ റിവർ ബേസിൻ. എന്താണ്? കോങ്കോ റിവർ ബേസിൻ. അപ്പോൾ ആഫ്രിക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാവന്ന ഗ്രാസ് ലാൻഡ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, സ്പ്രെഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേറ്റർ. ഹോട്ട് ഡെസേർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ സഹാറ ഡെസേർട്ട് എന്ന് എഴുതാം. അതേപോലെ ലോങ്ങസ്റ്റ് റിവർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ എഴുതാം? റിവർ നൈൽ എഴുതാം. പിന്നെ അവിടുത്തെ റിവർ ബേസിൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? കോങ്കോ റിവർ ബേസിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ചാണ്. എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഇൻ ആഫ്രിക്ക. ഫ്ലോറയും ഫോണയും കുറിച്ച് അടുത്ത് ഫ്ലവേഴ്സ്, അതായത് സസ്യജന്തുക്കളെ കുറിച്ച് എന്തെങ്കിലും എഴുതുക. അതാണ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഫ്ലോറനെ കുറിച്ചും ഫോണയെ കുറിച്ചും എന്തെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്: നെയിം ദ ഗ്രാസ് ലാൻഡ് ഫേമസ് ഫോർ സീസണൽ മൈഗ്രേഷൻ. സീസണൽ മൈഗ്രേഷന് ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ ഗ്രാസ് ലാൻഡിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്: നെയിം 1 ആനിമൽ ദാറ്റ് മൈഗ്രേറ്റ്സ് സീസണലി ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലേക്ക് സീസണലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആനിമലിൻ്റെ പേരെഴുതാൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നാൽ നെയിം 1 ട്രീ കോമൺലി ഫൗണ്ട് ഇൻ ആഫ്രിക്ക. ഓക്കെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ആദ്യത്തെ ചോദ്യം അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ച് എഴുതാനാണ്. റിച്ച് ബയോഡൈവേഴ്സിറ്റിയാണ്. പിന്നെ അടുത്തത് പ്രസൻസ് ഓഫ് സാവന്ന ആൻഡ് റെയിൻ ഫോറസ്റ്റ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? നെയിം ദ ഗ്രാസ് ലാൻഡ് ഫേമസ് ഫോർ സീസണൽ മൈഗ്രേഷൻ. സീസണൽ മൈഗ്രേഷന് ഫേമസ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ് ഏതാണെന്ന് ചോദിച്ചത് സെറംഗെറ്റി. ഇത് SERENGETI. മൂന്നാമത്തെ ചോദ്യം നെയിം ദ 1 ആനിമൽ ദാറ്റ് മൈഗ്രേറ്റ് സീസണലി ആൻഡ് ആഫ്രിക്ക. സീസണലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആനിമലിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സീബ്രയാണ്. സീബ്ര ഓർ ഗസല്ലെ. ഓക്കെ. GAZELLA. പിന്നെ ട്രീ ഫൗണ്ട് ചെയ്യുന്ന ആഫ്രിക്കയിൽ കാണുന്ന ട്രീൻ്റെ പേര് ബാബ എന്നാണ്. ഓക്കെ. BAOBAB ട്രീ. ഓക്കെ. അടുത്തതിന് നോർത്ത് അമേരിക്കയെ കുറിച്ച് പഠിക്കാം. എക്സ്പ്ലെയിൻ എനി 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് അമേരിക്ക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ 2 മേജർ മൗണ്ടൻ റേഞ്ചസ് ഇൻ നോർത്ത് അമേരിക്ക. വാട്ട് ആർ ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് നോർത്ത് അമേരിക്ക കോൾഡ്? നെയിം 1 റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ നോർത്ത് അമേരിക്ക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് അമേരിക്ക ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മൗണ്ടൻ റേഞ്ചസ്, ഫെർട്ടൈൽ പ്ലെയിൻസ്, റിവർ ആൻഡ് ലൈക്സ്. ഇതൊക്കെ അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ 2 മേജർ മൗണ്ടൻ റേഞ്ചസ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ 2 പ്രശസ്തമായ മൗണ്ടൻ റേഞ്ച് പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? നമുക്ക് അപ്പലേച്ചിയൻ മൗണ്ടൻസും റോക്കി മൗണ്ടൻസാണ് പ്രധാനമായിട്ടുള്ളത്. നോർത്ത് അമേരിക്കയിലെ മൗണ്ടൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അപ്പലേച്ചിയൻ ആൻഡ് റോക്കി മൗണ്ടൻസ്. പിന്നെ അവിടുത്തെ ഗ്രാസ് ലാൻഡ്സിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ഗ്രാസ് ലാൻഡ് ഓരോ
കോണ്ടിനെൻറ്റിലും ഡിഫറെൻറ്റ് പേരാണ്. ആഫ്രിക്കയിൽ നമ്മൾ സാവന്ന എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വാസ്റ്റ് ഗ്രാൻഡ് ലാൻഡ്സ് ഇൻ നോർത്ത് അമേരിക്ക കോൾഡ് പ്രയറീസ് ആണ്. പ്രയറീസ് PRAIRIES. ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചാൽ നെയിം വൺ റിവർ ഫ്ലോയിങ് ത്രൂ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലൂടെ ഒഴുകുന്ന നദിയുടെ പേരെന്താണ്? മിസിസിപ്പി, മിസോറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രേറ്റ് കാനിയൻ ഈസ് എ വണ്ടർ ഓഫ് നേച്ചർ. പ്രകൃതിയിലെ ഒരു അത്ഭുതമാണ് ഗ്രേറ്റ് കാനിയൻ. ഡിസ്ക്രൈബ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഗ്രാൻഡ് കാനിയൻ. ഗ്രാൻഡ് കാനിയനിലെ എന്തെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതുക. വിച്ച് റിവർ ഫോംഡ് ദ ഗ്രാൻഡ് കാനിയൻ? ഏത് റിവറാണ് ഫോം ചെയ്യുന്നത്? ഇൻ വിച്ച് കൺട്രി ഈസ് ദ ഗ്രാൻഡ് കാനിയൻ ലൊക്കേറ്റഡ്? ഏത് കൺട്രിയിലാണ് ഇതുള്ളത്? ഈസ് ദ ഗ്രാൻഡ് കാനിയൻ എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്? ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണോ യുനെസ്കോ? ഇങ്ങനെ 4 ചോദ്യങ്ങളാണുള്ളത്. റിവർ ഫോംഡ് ഗ്രാൻഡ് കാനിയൻ ഏതാണെന്ന് വെച്ചാൽ റിവർ കൊളറാഡോ ആണ്. എന്താണ്? റിവർ കൊളറാഡോ. പിന്നെ ഏത് കൺട്രിയിലാണ് ഗ്രാൻഡ് കാനിയൻ ലൊക്കേറ്റ് ചെയ്തത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇൻ വിച്ച് കൺട്രി ഈസ് ദ ഗ്രാൻഡ് കാനിയൻ ലൊക്കേറ്റഡ്? ഏത് കൺട്രിയിലാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്തായിരുന്നു ഇത്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്നതാണോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് എനി 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് നോർത്ത് അമേരിക്ക. നെയിം 1 മേജർ മെട്രോപൊളിറ്റൻ സിറ്റി ഇൻ നോർത്ത് അമേരിക്ക. തേർഡ് ക്വസ്റ്റ്യൻ നെയിം 1 പ്ലാന്റ് ഫൗണ്ട് ഇൻ നോർത്ത് അമേരിക്ക. ഇനി അടുത്തത് ഹൂ ആർ ദ ഇൻഡിജിനിയസ് പീപ്പിൾ ലിവിങ് ഇൻ ദ സ്നോയി റീജിയൻ ഓഫ് നോർത്ത് അമേരിക്ക. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്തെങ്കിലും ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോർത്ത് അമേരിക്കയിലെ ആ സ്ഥലത്തിൻ്റെ ഫീച്ചേഴ്സ്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. ഭയങ്കര സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണ്. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ഫെർട്ടൈൽ പ്ലെയിൻസ് ഉണ്ട്. ബിഗ് സിറ്റീസ് ഉണ്ട്. ഇനി അടുത്ത നെയിം 1 പ്ലാന്റ് ദാറ്റ് ഫൗണ്ട് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ കാണുന്ന പ്ലാന്റിൻ്റെ പേര് കാലിഫോർണിയ പോപ്പി അല്ലെങ്കിൽ സൊഗറോ കാക്ടസ്. അതിന് മുമ്പേ ഉള്ള ചോദ്യം എന്തായിരുന്നു? മെട്രോപൊളിറ്റൻ സിറ്റി നോർത്ത് അമേരിക്കയിൽ ഏതാണ്? അത് ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ. ഇതൊക്കെ നോർത്ത് അമേരിക്കയിലുള്ള ബിഗ് സിറ്റീസാണ്. പിന്നെ അവിടുത്തെ പ്ലാന്റിൻ്റെ പേര് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൂ ആർ ദ ഇൻഡിജിനിയസ് പീപ്പിൾ ലിവിങ് ഇൻ ദ സ്നോയി റീജിയൻ ഓഫ് നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ സ്നോയി റീജിയനിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? ഇന്യൂട്സ് ഓർ എസ്കിമോസ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സൗത്ത് അമേരിക്കയെ കുറിച്ചാണ്. സൗത്ത് അമേരിക്കയിലെ 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. എക്സ്പ്ലെയിൻ എനി 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് അമേരിക്ക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ ലാർജസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ദ വേൾഡ് ഫൗണ്ട് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ലോങ്ങസ്റ്റ് മൗണ്ടൻ റേഞ്ചിൻ്റെ പേര് എഴുതാനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ ലാർജസ്റ്റ് റിവർ ഓൺ എർത്ത്. ലാർജസ്റ്റ് റിവർ ഏതാണെന്ന് എഴുതാനാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് എഴുതാനാണ്. ഇനി അടുത്ത വിച്ച് ഈസ് ദ മോസ്റ്റ് അറിഡ് ഡെസേർട്ട് ഇൻ വേൾഡ്. ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്ട് ഏതാണ്? മരുഭൂമി ഏതാണ് വേൾഡിൽ? അങ്ങനെ 4 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സൗത്ത് അമേരിക്കയുടെ ഫീച്ചേഴ്സ് നോക്കാം. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആൻഡീസ് മൗണ്ടൻ റേഞ്ചും ആമസോൺ റിവർ ബേസിനും വിത്ത് റെയിൻ ഫോറസ്റ്റ് എന്ന് നമുക്ക് എഴുതാം. പിന്നെ അടുത്തത് നെയിം ദ ലാർജസ്റ്റ് മൗണ്ടെയിൻ, ലോങ്ങസ്റ്റ് മൗണ്ടെയിൻ ഏതാണ്? ആൻഡീസ് ആണ്. അടുത്തത് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് റിവർ ഓൺ എർത്ത്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ റിവർ എന്ന് പറയുന്നത് എന്താണ്? ആമസോൺ ആണ്. വിച്ച് ഇസ് ദ മോസ്റ്റ് ആറിഡ് ഡെസേർട്ട് ഇൻ വേൾഡ്. വേൾഡിലെ തന്നെ അറിഡ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള മരുഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? അറ്റകാമ ഡെസേർട്ട്. നെക്സ്റ്റ് ഡിസ്ക്രൈബ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ച് 2 ഫീച്ചേഴ്സ് എഴുതാനാണ്. ഇനി അടുത്തത് നെയിം 1 ഫ്ലവറിംഗ് പ്ലാന്റ് ഫൗണ്ട് ഇൻ ആൻഡീസ്. ആൻഡീസിൽ കാണപ്പെടുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ പേര് എഴുതുക. നെയിം 1 ആനിമൽ ഫൗണ്ട് ഇൻ ആമസോൺ റീജിയൻ. ആമസോൺ റീജിയനിൽ കാണുന്ന ആനിമലിൻ്റെ പേര് എഴുതുക. നെയിം 1 ഓക്യുപ്പേഷൻ ഓഫ് സൗത്ത് അമേരിക്കൻസ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ആദ്യം നമുക്ക് ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ച് 2 ഫീച്ചേഴ്സ് എഴുതണം. പിന്നെ പ്ലാന്റിൻ്റെ പേര് എഴുതണം. പിന്നെ ആനിമലിൻ്റെ പേര് ആമസോണിൽ കാണുന്നതിൻ്റെ എഴുതണം. പിന്നെ ഓക്യുപ്പേഷൻ എഴുതണം. ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? റിച്ച് ബയോഡൈവേഴ്സിറ്റി, പ്രസൻസ് ഓഫ് റെയിൻ ഫോറസ്റ്റ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലാസ്റ്റ് ക്വസ്റ്റ്യൻ മെൻഷൻ 1 ഓക്യുപ്പേഷൻ ഓഫ് സൗത്ത് അമേരിക്ക. അത് അഗ്രികൾച്ചർ ആൻഡ് ഫിഷിംഗ് ആണ്. പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് ആൻറ്റിയൻ ലൂപ്പിയൻ ആണ്. പിന്നെ ആനിമലിൻ്റെ പേര് ചോദിച്ചാൽ അന്നക്കൊണ്ട അല്ലെങ്കിൽ കാപ്പിബറ.
അന്റാർട്ടിക്കയെക്കുറിച്ചാണ്. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് നോൺ ആസ് എ വൈറ്റ് കോണ്ടിനെൻറ്റ്, വെളുത്ത ഭൂഖണ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ എനി 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയുടെ 2 ഫീച്ചേഴ്സ് എഴുതുക. നെയിം ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ മൗണ്ടൻ്റെ പേര് എഴുതുക. വിച്ച് ഓഷ്യൻ സറൗണ്ട്സ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള ഓഷ്യൻ്റെ പേരെന്താണെന്ന് എഴുതുക. നെയിം 1 ആനിമൽ ഫൗണ്ട് ഇൻ അന്റാർട്ടിക്ക. ആനിമൽ ഏതാണെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫീച്ചേഴ്സ് നോക്കാം. എന്ന് പറയുന്നത് വൈറ്റ് കോണ്ടിനെൻ്റ് ആണ് അതിൻ്റെ. അപ്പോൾ വൈറ്റ് കോണ്ടിനെൻ്റ് ആണ് വെളുത്ത ഭൂഖണ്ഡം. അപ്പം തന്നെ മനസ്സിലാക്കാം ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കവേർഡ് വിത്ത് ഐസ് അല്ലേ, കവേർഡ് വിത്ത് ഐസ് ഡിവൈഡഡ് ബൈ ട്രാൻസ് ആന്റാർട്ടിക് മൗണ്ടെയിൻസ് കോൾഡ് ഡെസേർട്ട് എന്നും ഇതിനെ പറയും. ഇനി അടുത്ത ചോദിച്ചത് മൗണ്ടെയിൻ്റെ പേരാണ്. മൗണ്ടെയിൻ്റെ പേര് അന്റാർട്ടിക്കയിലെ മൗണ്ടെയിൻ്റെ പേര് എന്താണ്? വിൻസൺ മാസിഫ് ആണ്. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അന്റാർട്ടിക്ക സറൗണ്ടഡ് ബൈ എൻ ഓഷ്യൻ, അത് ഏതാണെന്നാണ്. അതിൻ്റെ പേരാണ് സതേൺ ഓഷ്യൻ എന്നാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഒരു ആനിമലിൻ്റെ പേരാണ് പെൻഗ്വിനാണ് അല്ലെങ്കിൽ സീൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയെ കുറിച്ചാണ്. ഓസ്ട്രേലിയ ഹാസ് യൂണീക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഓസ്ട്രേലിയയുടെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്കറിയാം. അതിൽ ആദ്യം എഴുതേണ്ടത് എക്സ്പ്ലെയിൻ എനി 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എഴുതുക. അടുത്തത് നെയിം ദ ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ മൗണ്ടൻ റേഞ്ചിൻ്റെ പേര് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം 1 മേജർ ഡെസേർട്ട് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഒരു ഡെസേർട്ടിൻ്റെ പേര് എഴുതുക. നെയിം ദ ഫെർട്ടൈൽ റിവർ ബേസിൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ റിവർ ബേസിൻ്റെ പേര് എഴുതുക. അപ്പോൾ എക്സ്പ്ലെയിൻ എനി 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. എന്താണ് ഓസ്ട്രേലിയയുടെ ഫീച്ചേഴ്സ്? പ്രസൻസ് ഓഫ് ഡെസേർട്ട്, കോറൽ റീഫ്സ്, ഓക്കെ, ഫെർട്ടൈൽ റിവർ ബേസിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അവിടുത്തെ മൗണ്ടൻ റേഞ്ചിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്. ഇനി അടുത്തത് അവിടുത്തെ നെയിം 1 മേജർ ഡെസേർട്ട് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഡെസേർട്ടിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. എന്താണ്? ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട്. ഇനി അടുത്തത് നെയിം ദ ഫെർട്ടൈൽ റിവർ ബേസിൻ ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ റിവർ ബേസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. മുറേ ഡാർലിംഗ് റിവർ ബേസിൻ. എന്താണ്? മുറേ ഡാർലിംഗ് റിവർ ബേസിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓസ്ട്രേലിയ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്ലോറ ആൻഡ് ഫോണ. ഓസ്ട്രേലിയക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫ്ലോറയും ഫോണയും ആണുള്ളത്. ആദ്യം എഴുതേണ്ടത് 2 ഫീച്ചേഴ്സ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഇൻ ഓസ്ട്രേലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന വാട്ട് ടൈപ്പ് ഓഫ് ആനിമൽസ് ക്യാരി ദെയർ യങ് വൺസ് ഇൻ പൗച്ചസ്. അതായത് പൗച്ചസിൽ ക്യാരി ചെയ്യുന്ന ആനിമൽസിൻ്റെ പേരെന്താണ്? നെയിം 1 എഗ് ലേയിങ് മാമൽ ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ കാണുന്ന എഗ് ലേ ചെയ്യുന്ന മാമലിൻ്റെ പേര് എഴുതുക. നെയിം 1 ട്രീ കോമൺലി യൂസ്ഡ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ സാധാരണയായി കാണപ്പെടുന്ന ട്രീ ഉണ്ട്, അതിൻ്റെ പേര് എഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നെയിം ദ ഫീച്ചേഴ്സ് ഓഫ് ഓസ്ട്രേലിയ ആണ്. പ്രസൻസ് ഓഫ് മാർസുപ്പായി ആൻഡ് എഗ് ലേയിങ് മാമൽസ്, യൂണീക്ക് പ്ലാന്റ്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് വാട്ട് ടൈപ്പ് ഓഫ് ആനിമൽസ് ദാറ്റ് ക്യാരി ദെയർ യങ് വൺസ് ഇൻ പൗച്ചസ്. അവരുടെ കുഞ്ഞുങ്ങളെ പൗച്ചസിൽ ക്യാരി ചെയ്യുന്ന ആ ഒരു ആനിമൽസിന് പറയുന്ന പേരെന്താണ്? മാർസുപ്പിയാൽസ്. ഇനി അടുത്തത് നെയിം 1 എഗ് ലേയിങ് മാമൽസ് ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ കാണുന്ന എഗ് ലേ ചെയ്യുന്ന മാമലിൻ്റെ പേര് എഴുതാനാണ്. എന്താണ്? പ്ലാറ്റിപ്പസ് ഓർ എക്കിഡ്ന. എന്താണ്? പ്ലാറ്റിപ്പസ് ഓർ എക്കിഡ്ന. ഇനി അടുത്ത നെയിം 1 ട്രീ കോമൺലി ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ കാണുന്ന ട്രീയുടെ പേരെന്താണ്? കോമൺലി കാണുന്നത് എന്താണ്? യൂക്കാലിപ്സ് ഓർ എക്കേഷ്യ. എന്താണ്? യൂക്കാലിപ്സ് ഓർ എക്കേഷ്യ. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാർസുപ്പിയാൽസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ എഗ് ലേയിങ് മാമൽസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? പ്ലാറ്റിപ്പസ് ഓർ എക്കിഡ്ന എഴുതാം. ഓസ്ട്രേലിയയിൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ട്രീൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ യൂക്കാലിപ്സ് ഓർ എക്കേഷ്യ. ഇതൊക്കെ മാച്ച് ദ ഫോളോയിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മാർസുപ്പിയാൽസിനെ കുറിച്ച് പറയാം. മാർസുപ്പിയാൽസ് ആർ സ്പെഷ്യൽ ആനിമൽസ് ഓഫ് ഓസ്ട്രേലിയ. ഡിസ്ക്രൈബ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാർസുപ്പിയാൽസ്. നെയിം 1 മാർസുപ്പിയാൽ ആനിമൽ. വിച്ച് ബോഡി പാർട്ട് ഈസ് യൂസ്ഡ് ടു ക്യാരി ദ യങ് വൺസ്. നെയിം അനദർ ആനിമൽ ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയ മാർസുപ്പായിട്ട് പ്രത്യേകത എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയിം 1 മാർസുപ്പിയാൽ ആനിമൽസ്. അങ്ങനെ ഒരുള്ള ആനിമലിൻ്റെ പേര് എഴുതുക. ഇനി അടുത്ത വിച്ച് ബോഡി പാർട്ട് ഈസ് യൂസ്ഡ് ടു ക്യാരി ദ യങ് വൺസ്. ഏത് ബോഡി ഭാഗമാണ് അവർ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത്? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നെയിം അതർ ആനിമൽസ് ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ കാണുന്ന വേറൊരു ആനിമലിൻ്റെ പേര് എഴുതാനാണ്.
അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ക്യാരി യങ് വൺസ് ഇൻ പൗച്ചസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. യൂണിക് ടു ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ മാത്രം കാണുന്നതാണ് ക്യാരി യങ് വൺസ് ഇൻ പൗച്ചസ്. ഇനി അങ്ങനത്തെ ഉള്ള ഒരു ആനിമലിൻ്റെ പേര് എഴുതാനാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നത്. കങ്കാരു എഴുതാം, അല്ലെങ്കിൽ കോല എഴുതാം. കങ്കാരു നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വേറൊരു വെറൈറ്റി ആനിമലാണ് കോല. ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഏത് ഭാഗമാണ് അവർ പിന്നെ യങ് ബേബീനെ കൊണ്ടുപോകാൻ നോക്കുന്നത്? അത് പൗച്ചാണ്. ഓക്കെ. ഇനി അടുത്തത് നെയിം അനദർ ആനിമൽ ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ കാണുന്ന വേറൊരു ആനിമലിൻ്റെ പ്രത്യേകതരമുള്ള ആനിമലാണ് പ്ലാറ്റിപ്പസും എക്കിഡ്നയും. അതായത് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഗ് ലേയിങ് മാമൽസ് ആണ് ഈ പ്ലാറ്റിപ്പസും എക്കിഡ്നയും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ഗ്രേറ്റ് ബാരിയർ റീഫ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓസ്ട്രേലിയ ഒരു പ്രത്യേകതയാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. എക്സ്പ്ലെയിൻ 2 ഫീച്ചേഴ്സ് ഓഫ് ഗ്രേറ്റ് ബാരിയർ റീഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ ഈസ് ദ ഗ്രേറ്റ് ബാരിയർ റീഫ് ലൊക്കേറ്റ്. ഗ്രേറ്റ് ബാരിയർ റീഫ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലം ഏതാണ്? വാട്ട് ഈസ് ദ റീഫ് മെയിൻലി മെയ്ഡ് ഓഫ്? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? നെയിം 1 നാച്ചുറൽ ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു സീ ഇൻ ദ ഓസ്ട്രേലിയ. ഇങ്ങനത്തെ ചോദ്യമാണുള്ളത്.